Okay. How to speak slowly and confidently. ഇത് പഠിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഫിറ്റ് ഫൈറ്റേഴ്സ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫിറ്റ് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ചാനൽ അത്യാവശ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കോൺഫിഡൻ്റ്ലി പോസ്റ്റ് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാന്. കണ്ടിന്യൂസ്ലി നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഒരു പോയിൻ്റ് എത്തിയപ്പോൾ പിന്നെ നമ്മളതൊരു വീക്കിലി ആക്കി, പിന്നെ അത് മന്ത്ലി ആക്കി, പിന്നെ ഒരു 2 മാസം കൂടുമ്പോൾ എന്നുള്ള രീതിയിലായി. ഇപ്പോഴത്തെ ദിസ് ഇസ് ദ എന്താ പറയുക, ദിസ് ഇസ് ദ ലുക്ക്, ദിസ് ഇസ് മൈ ലുക്ക്, ഇപ്പോഴത്തെ ലുക്ക്. ഓക്കെ, ടീഷർട്ട് പൂരാൻ മടിയായതുകൊണ്ടാണ് ഞാൻ ടീഷർട്ട് ഊരാത്തത്. ബട്ട് ദിസ് ഇസ് ദ ലുക്ക്. ഒരു 6 months ബാക്ക് മറ്റോ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഈസ് ദെയർ എനിത്തിങ് ചേഞ്ച്ഡ് അതർ ദാൻ മൈ ബെല്ലി? വയറല്ലാതെ മറ്റെന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. ഇത് ഞാനിവിടെ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടൊന്നുമല്ല. അത്രയും വലിയ ഒരു ഫേമസ് വ്യക്തിത്വമല്ല ഞാൻ. പക്ഷേ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ സംസാരത്തിൽ വന്നിട്ടുള്ള, എൻ്റെ പെരുമാറ്റത്തിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളെ, അതുപോലെ എൻ്റെ ഇൻഹിബിഷൻസിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ആ വീഡിയോ ഭയങ്കര പെർഫെക്റ്റ് ആക്കണം എന്ന് വിചാരിക്കും, ശരിയല്ലേ? ഏതൊരു വീഡിയോ എടുക്കുമ്പോഴും നമ്മൾ ആ വീഡിയോ ഭയങ്കര പെർഫെക്റ്റ് ആക്കണം എന്ന് വിചാരിക്കും. ആൻഡ് ഓരോ ദിവസവും നമ്മളത് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ച് ആ ദിവസം കഴിഞ്ഞു പോവും, അടുത്ത ദിവസം കഴിഞ്ഞു പോവും, അതിനടുത്ത ദിവസം കഴിഞ്ഞു പോവും, അത് പിന്നെ മാസങ്ങളാവും, വർഷങ്ങളാവും. ഇതാണ് ലിറ്ററലി എനിക്കും സംഭവിച്ചത്. അതായത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ബെഡിൻ്റെ ഒരു സൈഡ് നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്തൊക്കെയോ നിങ്ങൾക്ക് കാണാം, ബുക്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരു നല്ല വീഡിയോ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള നല്ല ഭംഗിയുള്ള നല്ല ലുക്കുള്ള ഒരു ആങ്കർ ആവണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ ആവണം, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ദെൻ ഐ ഡിസൈഡഡ് ടു ചേഞ്ച് എവ്രിതിങ്. ദർ ഹാസ് ടു ബി എ പാരഡൈം ഷിഫ്റ്റ് എന്നെനിക്ക് തോന്നി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഇസ് ദ ക്ലംസി തിങ്, ഇതാണ് ആ സാധനം, ഇത്രയും ക്ലംസിനെസ് ഇവിടെ ഇരുന്നോട്ടെ. അതായത് ഈ ഫ്രെയിമിൽ ഇത്രയും ക്ലംസിനെസ് ഇരുന്നോട്ടെ. ആൻഡ് എടുക്കുന്ന ഫോണിലുള്ള വീഡിയോ, അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ലൈറ്റ് സെൻസിറ്റീവ് ഇഷ്യൂ ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സോ ഐ തോട്ട്, വൈ ഡോണ്ട് ഐ ഡോക്യുമെൻ്റ് ഇറ്റ്? ഇങ്ങനെയൊരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി വെച്ചൂടെ എന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിന്ന് ഈ തരത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഫിറ്റ് ഫൈറ്റേഴ്സിനെ കുറിച്ച് പറയാം ഇനി. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. സോ ഇഫ് യു ഹാവ് ദാറ്റ് മച്ച് പേഷ്യൻസ്, യു ഷുഡ്, നിങ്ങൾ കണ്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ച് ഇപ്പോൾ തന്നെ പോവാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഞാൻ സ്കിപ്പ് അടിക്കാൻ പറയുന്നത്. ഹൗ ഡെയർ മീ. ഓക്കെ, സോ കോൺസ്റ്റൻ്റായിട്ട് ഈ കഴിഞ്ഞ 3 മാസത്തോളമായിട്ട്, ഐ തിങ്ക് 3 മാസം എന്ന് പറഞ്ഞാൽ ജാൻ, ഫെബ്, മാർച്ച് ആൻഡ് ദിസ് ഇസ് ഏപ്രിൽ, റൈറ്റ്? അപ്പോൾ കോൺസ്റ്റൻ്റായിട്ടൊരു 3 മാസമായിട്ട് ഇപ്പോൾ അഗെയിൻ ഐ ഹാവ് സ്റ്റാർട്ടഡ് ഗോയിങ് ടു ജിം. കണ്ടിന്യൂസ്ലി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് എനിക്ക് അത് വിസിബിളാണ് തോന്നുന്നു, ആ ഒരു മാറ്റം. വയറ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഒരുപാടല്ല, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആൻഡ് എൻ്റെ പോസ്ചറിന് ഒരു മാറ്റം വന്നിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഞെളിഞ്ഞ് നിൽക്കാതെ തന്നെ പോസ്ചർ ഒന്ന് മാറിയിട്ടുണ്ട് തോന്നലാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ ലുക്ക് എൻ്റെ ലുക്ക് അവിടെ ഉണ്ട്. പക്ഷെ അതല്ലാതെ ഒരു പൊടിക്ക് ഒരു മൈനർ ചേഞ്ച് മസിൽസിൽ വന്നിട്ടുണ്ട്.
അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്ത് കയ്യിൽ തൊടുന്ന സമയത്തെ, പ്രത്യേകിച്ച് ഫോർ ആംസിലും അതുപോലെ തന്നെ ബൈസും ട്രൈസും ഒക്കെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മാറ്റം വന്നതായിട്ട്. പിന്നെ ഫേസിൻ്റെ ഫാറ്റ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഫേസ് ഫാറ്റ്. ഇതൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്കിതിൽ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്കിതിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന തോട്ട്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനിതൊരു ആക്ച്വൽ ഡോക്യുമെൻ്റ് ആക്കി വയ്ക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് ഒരു 90% ആൾക്കാർ എന്നെ പോലെയാണെന്നേ. അതായത് എല്ലാവർക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടാവും, നല്ല വൃത്തിയായിട്ട് ചെയ്യണം എന്ന ആഗ്രഹങ്ങളുണ്ടാവും, വർക്കൗട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങൾ, നല്ല വൃത്തിയായിട്ട് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരുണ്ടാവും. കുറച്ചൊക്കെ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ചിലപ്പോൾ പോയിട്ട് നിർത്തുന്നവരുണ്ടാവും. അതുപോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു 3 മാസം കൂടുമ്പോൾ 4 മാസം കൂടുമ്പോൾ ഗ്യാപ്പ് എടുത്തിട്ട് പോകുന്നവരുണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും, കുറേ തരത്തിലുള്ള ആൾക്കാരുണ്ട്. 90% ആൾക്കാരും എന്നെപ്പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഒരു ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുക്കും, പിന്നെ വീണ്ടും പോവും, ആ മോട്ടിവേഷൻ വീണ്ടും വരും, പിന്നെ വീണ്ടും മോട്ടിവേഷൻ കുറയും, മോട്ടിവേഷൻ കൂടും. സോ അപ്പോൾ വീണ്ടും ജിമ്മിൽ പോവും. അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാരും എന്നെ പോലെ തന്നെ. സോ അവർക്ക് മേ ബി ഞാൻ ഈ പറയുന്നതൊരു മോട്ടിവേഷൻ ഒന്നും പറയണ്ട, പക്ഷെ അവർക്ക് മേ ബി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ വർക്കായാൽ നൈസായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോഴാണ് ഇത് അലൈനായത് അല്ലേ. ഞാൻ അടുത്തേക്ക് വരുന്നതോറും ലൈറ്റ് എൻ്റെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫിറ്റ് ഫൈറ്റേഴ്സിനെ കുറിച്ച് ഇനിയുള്ളൊരു 2-3 മിനിറ്റ് ഫിറ്റ് ഫൈറ്റേഴ്സിനെ കുറിച്ച് പറയാം. സോ ഫിറ്റ് ഫൈറ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായി കേട്ടോ, ഒരുപാടായി. ഈ പേജ് അങ്ങനെ കിടക്കുന്നു. ആൻഡ് എല്ലാപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഐ ലവ് ടു പോസ്റ്റ് ഓൺ ഇങ്ങനെ കുറേ സാധനങ്ങൾ പോസ്റ്റ് ചെയ്യാനാണല്ലോ ഇങ്ങനത്തെ ഓരോ പേജുകൾ ഉണ്ടാക്കുന്ന. ഇതിപ്പോൾ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോൾ സംസാരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഈ ഏതോ ഒരു സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഇവിടം സ്വർഗ്ഗമാണ് സിനിമയിൽ തോന്നുന്നു. മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, സാറിന് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ, സാറ് പറയുന്ന ഒരാൾ പോലും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഞാൻ പറയുന്നത് ഇപ്പോൾ 100 പേരോ 200 പേരോ അല്ലെങ്കിൽ 1,00,000 പേരോ കേൾക്കണമെന്നും അത് കേട്ടിട്ട് മനസ്സിലാക്കണമെന്നും ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഒറ്റ ആൾ കേട്ടിട്ട് അയാൾക്കത് മനസ്സിലാവുകയാണെങ്കിൽ ദാറ്റ്സ് എനഫ് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് എൻ്റെയും ഇപ്പോഴത്തെ മോട്ടോ. അതായത് പറഞ്ഞു വന്നത് ഫിറ്റ് ഫൈറ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. നമ്മൾ ഫിറ്റായിരിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. ഫിറ്റായിരിക്കാൻ ഞാൻ എന്നെ പ്രേരിപ്പിക്കുമ്പോൾ എൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് മാത്രമാണ് ഞാൻ ഫിറ്റ് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ചാനലിനെ കണ്ടിട്ടുള്ളത്. എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ കൊളീഗ്സിനോ ഒന്നും ഇത്തരത്തിലൊരു ചാനൽ എക്സിസ്റ്റിംഗ് ആണെന്ന് അറിയില്ല. ആൻഡ് ഇത് അങ്ങനെ ഷെയർ ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കണില്ല. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഡോക്യുമെൻറ്റേഷൻ മാത്രമായിട്ട് ചിന്തിക്കുന്നുള്ളൂ. ഞാൻ എൻ്റെ ആക്ടിവിറ്റീസ് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു, ദാറ്റ്സ് ഇറ്റ്. അതിൽ ചില ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് വർക്കിംഗ് ഔട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസ് ഞാൻ ഇതിൽ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ആൻഡ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് പറയുന്നത്. ഇതിൽ നമ്മളെ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ വി വിൽ ബി യൂസിങ് ഇറ്റ്, അത് എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കില്ല. ഇഫ് ദിസ് മോണിറ്റൈസ്ഡ്, അങ്ങനൊരു പോയിൻ്റ് ഉണ്ട്. ഇതിൻ്റെ മോണിറ്റൈസേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇൻ ഫ്യൂച്ചർ വിൽ ബി നോട്ട് യൂസിങ് ഫോർ മീ, അത് എൻ്റെ ഒരു ഇതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതായിരിക്കില്ല. ഐ വിൽ ബി യൂസിങ് ഇറ്റ് ഫോർ ചില ഗൈഡൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ മാറ്റി വയ്ക്കാനാണ് എൻ്റെ പ്ലാൻ. അത് ഓരോന്നോരോന്നായിട്ട് പിന്നെ പറയാം. പറഞ്ഞു വന്നത് ഇത്രയാണ്. നമ്മൾ ഇപ്പോൾ ഫിറ്റ് ഫൈറ്റേഴ്സിന് തന്നെ ഈ ചാനലിൽ തന്നെ ഞാൻ കുറേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് ആൾക്കാർ കാണുക, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഈ ഹുക്കിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങളിത് ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിത് ഹുക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ കൺസേൺ അല്ല. ഓക്കെ, ഇൻ കേസ് ഇത് നിങ്ങൾക്ക്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രം ഐ ഹോപ്പ് ദിസ് വർക്ക്സ് ഫോർ യു. അപ്പോൾ ഇനിയും ഞാൻ ഫിറ്റ് ഫൈറ്റേഴ്സിനെ കുറിച്ച് പറയാതിരുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിരിക്കും. അപ്പോൾ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അടുത്ത 1 മിനിറ്റ് എന്തായാലും ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വാട്ട് ഇസ് ദാറ്റ് ഫ്യൂച്ചർ പ്ലാൻ? നെക്സ്റ്റ് ജൂൺ വരെ അല്ലെങ്കിൽ ജൂലൈ വരെ ഒബ്വിയസ്ലി എനിക്ക് കുറച്ച് എൻ്റെ വർക്കിംഗ് ഞാനൊരു കോർപ്പറേറ്റ് എംപ്ലോയി ആയതുകൊണ്ട്
ഓൾമോസ്റ്റ് ഒരു ജൂൺ ജൂലൈ വരെയൊക്കെ ഐ വിൽ ബി വർക്കിംഗ് വിത്ത് ദ സെയിം ഓർഗനൈസേഷൻ. മേ ബി അതിന് ശേഷവും ഐ വിൽ ബി വർക്കിംഗ് വിത്ത് ദ സെയിം ഓർഗനൈസേഷൻ, ഓർ ഐ വിൽ ട്രാൻസ്ഫർ, ഓർ ഐ വിൽ ഗെറ്റ് പ്രൊമോട്ടഡ്, ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓർ ഐ വിൽ ബി ചേഞ്ചിങ് മൈ ജോബ്. അതവിടെ നിൽക്കട്ടെ. ബട്ട് ജൂൺ വരെ ഐ തിങ്ക് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ വിൽ ബി ഹിയർ. ആൻഡ് ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ കറണ്ട് ലൊക്കേഷനിൽ ഉണ്ടായിരിക്കും, മലപ്പുറത്തുണ്ടായിരിക്കും. അപ്പോൾ ഐ തിങ്ക് എനിക്ക് എൻ്റെ ജിമ്മ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഏപ്രിൽ ആൻഡ് മെയ് പക്ക, ജൂൺ ഓൾസോ കറക്റ്റായിരിക്കും. ബൈ ജൂൺ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫിഗറിൽ നിന്ന് ലൈക്ക് ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇതൊരു ഒരു 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 ഇങ്ങനെയൊരു ഷേപ്പിലാണ് നിൽക്കുന്നത്. ലൈക്ക് കണ്ടോ, ഇവിടെ ഇങ്ങനൊരു ഷേപ്പിലാണ് നിൽക്കുന്നത്, ഇങ്ങനൊരു ഷേപ്പ് കണ്ടോ. സോ അത് ചേഞ്ച് ആക്കാനാണ് എൻ്റെ പ്ലാൻ. പിന്നെ അപ്പോൾ ജൂൺ ആകുമ്പോഴേക്കുമാണ് നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് എത്തുക. ഇതിൽ ഏറ്റവും വലിയ കുഴപ്പം ഡയറ്റാണ്. ഇതിൽ നമ്മൾ ചാലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡയറ്റ് പ്ലാന് ഒക്കെ പറഞ്ഞിട്ട്. ശബരിമലയ്ക്ക് പോകുന്ന ആ ഒരു പ്ലാൻ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട സമയം നമ്മളിതിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു കണ്ടൻസ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. സോ ആ സമയത്ത് ശബരിമലയ്ക്ക് പോകുന്ന ആ ടൈം ആകുമ്പോൾ നമ്മൾ ഡയറ്റ് പോലെ അത് പക്ക കോൺസെൻട്രേറ്റ് ആയിട്ട് പോകാറുണ്ടായിരുന്നു. ആ സമയത്ത് ഉള്ള വ്യത്യാസം എനിക്ക് അറിയാനുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ എന്ത് ചെയ്യും, തിരിച്ച് പഴയ രീതി തന്നെ മാറും, പഴയ പോയിന്റിലേക്ക് തന്നെ വരും. കൈ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടേ കാണുമ്പോൾ ഒരു ലുക്കില്ലല്ലോ, ഇങ്ങനെ വയ്ക്കാം. ഓക്കെ, സോ അത് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ ഡയറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഐ ട്രൈഡ് എ ലോട്ട്. പക്ഷേ 2-3 കാര്യം എനിക്ക് ഒഴിച്ചുവിടാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ. ഒന്നാമത്തത് ചായയാണ്, അല്ലെങ്കിൽ കോഫി. അതെനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. ഒരു ദിവസം 2-3 ചായ കുടിക്കാതെ പറ്റുന്നില്ല. പോയിന്റ് നമ്പർ 1. അപ്പോൾ അതിൽ മധുരം ഉണ്ടായിരിക്കുമല്ലോ, ഷുഗർ കണ്ടൻറ്റ്. പിന്നെ റൈസ്, ചോറ് എനിക്ക് കഴിക്കാതിരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ ഫ്രൈഡ് ഐറ്റംസ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഡേറ്റ് 5-ാം തീയതിയാണ്, ഏപ്രിൽ മാസമാണ് 5-ാം തീയതി. സോ ഫ്രം ദിസ് മൊമെൻറ്റ്, സമയം രാത്രി ഏകദേശം ഒരു 9:30 ആയിട്ടുണ്ടാവും. ഇപ്പം മുതൽ ഐ വിൽ ബി ഇൻ ദാറ്റ് ചാലഞ്ച്. അതായത് ഇത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇതിപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യും. ആൻഡ് ദിസ് ഇസ് പബ്ലിക്. സോ ദർ ഇസ് നോ ഗോയിങ് ബാക്ക് ഫ്രം ദിസ് കം ബാക്ക്. അതായത് നാളെ മുതൽ, അതായത് ഇന്ന് മുതൽ, ഇപ്പോൾ ഈ മൊമെൻ്റ് മുതൽ ചായ എന്ന് പറയുന്നത് ഒറ്റ മാത്രമാക്കി മാറ്റാൻ പോകാൻ ഞാൻ. ഒരേ ഒരു ചായയെ ഞാൻ കുടിക്കുള്ളൂ ഒരു ദിവസത്തിൽ, ഒറ്റ ചായ. ആൻഡ് അത് മേ ബി കോഫി ആയിരിക്കാം, അല്ലെങ്കിൽ ചായ ആയിരിക്കാം, വാട്ടെവർ. ആൻഡ് ദർ ഇസ് നോ അതർ ഷുഗർ ഐറ്റംസ്, പ്ലസ് ദർ ഇസ് നോ ബേക്കറി ആൻഡ് ഫ്രൈഡ് ഐറ്റംസ്. ചിക്കൻ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോട്ടീൻ ഐറ്റംസ് ഇൻടേക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അത് മാക്സിമം പ്രോട്ടീൻ ഇൻടേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, ചിക്കൻ, കോഴിമുട്ട, അതെല്ലാം ഐ വിൽ ബി ഡെഫിനറ്റ്ലി തിങ്കിങ് ഓഫ് ഇറ്റ് ആൻഡ് ഐ വിൽ ബി ഈറ്റിംഗ് ഇറ്റ്. പക്ഷേ ഈ 3 കാര്യങ്ങൾ, അതായത് 1 പഞ്ചസാര, ചായ, ഒറ്റ മാത്രം പെർ ഡേ 1. അത് രാവിലെയോ വൈകുന്നേരമോ ഏതെങ്കിലും ടൈമിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ഐ വിൽ ബി ഡ്രിങ്കിങ് ഇറ്റ്. ആൻഡ് അത് കഴിഞ്ഞാൽ നോ ടീ. പിന്നെ അടുത്തത് കറക്റ്റ് ടീ ടോട്ടലർ എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രൈഡ് ഐറ്റംസ് വാട്ടെവർ ഇറ്റ് വിൽ ബി, ഞാനത് കഴിക്കില്ല. വാട്ടെവർ ബി ദ ഫ്രൈഡ് ഐറ്റം തൊടില്ല ഞാൻ. അതാണ് രണ്ടാമത്തെ കാര്യം. ആൻഡ് ഒരു കാര്യം കൂടി എക്സ്ട്രാ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ ബി ഡ്രിങ്കിങ് മോർ വാട്ടർ, കൂടുതൽ വെള്ളം കുടിക്കും. ആൻഡ് മറ്റ് ദുശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ലൈക്ക് മദ്യവും സിഗരറ്റും പരിപാടിയൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഐ തിങ്ക് ദാറ്റ് വിൽ ബി നൈസ്. ഓക്കെ, പിന്നെ ഈ കൊളസ്ട്രോൾ ലെവൽ, അതുപോലെ തന്നെ പ്രഷർ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കൺട്രോളബിൾ ആക്കാനായിട്ടുള്ള കുറച്ച് വഴികളുണ്ടായിരുന്നു. വൺ ഓഫ് മൈ ഫ്രണ്ട് സജസ്റ്റഡ് ഇറ്റ്. അതിനെക്കുറിച്ചും, അത് ലൈക്ക് ഒരു 35-40 വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഒരു ഹെൽത്തി ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് യൂട്യൂബ് വീഡിയോസും, പിന്നെ പ്ലസ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യും കേട്ടോ. ഫിറ്റ് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതും കൂടിയാണ്. ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഹൗ ടു ബി മെൻ്റലി ഫിറ്റ് ആൻഡ് ഹൗ ടു ബി ഫിസിക്കലി ഫിറ്റ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ ഓഫ് ഫിറ്റ് ഫൈറ്റേഴ്സ്.
അപ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇടുന്ന കണ്ടൻസും അങ്ങനത്തെ കോണ്ടൻ്റ് ആയിരിക്കും. കോണ്ടൻസ് ആയിരിക്കും, വട്ടവർ അങ്ങനത്തെ കോണ്ടൻസ് ആയിരിക്കും നമ്മൾ ഫ്യൂച്ചറിൽ ഇടാൻ പോകുന്നത്. സോ ഐ pray to God and I pray to whoever it will be, whomever, in the English way. So I pray that you all, including me, have great health and great wealth, and see you in the next one. Bye.